മഹാകുംഭമേളക്കിടെ വൈറലായ ഒരു മാല വിൽപ്പനക്കാരി പെൺകുട്ടിയുണ്ട്. അതിസുന്ദരിയായ ചാരക്കണ്ണുകളുള്ള, ഇപ്പൊ എല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ അവളാണിപ്പോ വൈറൽ എന്ന് പറയുന്നത്. മൊണാലിസയെ സിനിമയിലെടുത്തു. ശരിയാണോ? അതെ, അവളുടെ പുറകെയാണ് ലോകം. അതെ, എന്ത് സുന്ദരമാണ് അവളുടെ കണ്ണുകൾ എന്നാണ് ആളുകളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കവികൾ അവളെക്കുറിച്ച് കവിത പോലും ഇറക്കി എന്നാണ് ഞാൻ അറിയുന്നത്, സോഷ്യൽ മീഡിയ പറയുന്നത്. യഥാർത്ഥത്തിൽ മഹാകുംഭമേള എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ആത്മീയപരമായിട്ടുള്ള ചുറ്റുപാടുള്ള ഒരുപാട് നല്ല ചടങ്ങുകൾ നടക്കുന്ന, ആത്മീയതയുടെ അഗാധത്തിലേക്ക് ഇറങ്ങിപ്പോയി സന്യാസിമാരൊക്കെ ഈ ധ്യാനം ഇരിക്കുകയും പൂർണ്ണകുംഭമേന്തുകയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രയാഗ്രാജിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ നദിയിലൊക്കെ മുങ്ങി നമ്മുടെ പാപമോചനവും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകേണ്ട, നമ്മളത് പറഞ്ഞതാണ്. അവിടെയാണ് ഈ പറയുന്ന മൊണാലിസ ബോൺസ്ലെ എന്ന് പറയുന്ന ആ സുന്ദരിയായ യുവതിയുടെ വീഡിയോ വൈറലായത്. എനിക്ക് തോന്നുന്നു ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമപ്രവർത്തകരാണ്, യൂട്യൂബർമാരാണ് ഇത് ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. BBC പോലുള്ള മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും തന്നെ കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ പിന്നീട് അവർക്കും ഈ പറയുന്നത് പോലെ കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു. അതിൽ തന്നെ ഈ മൊണാലിസയുടെ വീഡിയോ ഒരു യൂട്യൂബർ ഈ പറയുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ, ഈ കുംഭമേളയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി വിവിധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഈ വ്യാപാരികളുണ്ട്, വ്യവസായികളുണ്ട്, ഒട്ടനവധി ആളുകളുണ്ട്, ചെറുകിട വിൽപ്പനക്കാരുണ്ട്. അതിൽ തന്നെ മാല വിൽക്കുന്ന സുന്ദരിയായ ഇൻഡോറിലാണ് ഈ കുട്ടിയുടെ വീട്. അവിടെ നിന്ന് ഇവിടെ എത്തി അവർ ഈ പറയുന്ന പോലെ പല ഉത്സവങ്ങളിലും നടന്ന് മാലകളും മറ്റ് കമ്മലുകളും ഒക്കെ വിൽക്കുന്ന കൂട്ടത്തിലുള്ള ഈ നാടോടി ഈ പറയുന്ന രീതിയിലുള്ള കുട്ടികളാണ്. അപ്പം ഈ കുട്ടിയെ കണ്ടപ്പോൾ ഈ യൂട്യൂബർ പകർത്തുന്നു. ആ കണ്ണുകൾക്കൊരു പ്രത്യേക ഭംഗി അദ്ദേഹത്തിന് തോന്നുന്നു, അത് പകർത്തുന്നു. അത് 1.5 കോടിയോളം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. എനിക്ക് തോന്നുന്നു ഐശ്വര്യ റായിയുടെ സാമ്യമുണ്ട് എന്നാണ് പല വീഡിയോയിലും പറയുന്നത്. അല്ല പാർത്ത, ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ പെണ്ണിനെ തന്നെ പെണ്ണിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പറയും. പലപ്പോഴും പലർക്കും ഈഗോയും കുശുമ്പും ചെറിയ അസൂയൊക്കെ തോന്നുന്നു, അവൾ എന്നെ കാണുന്ന നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ ഈ വീഡിയോ ഞാനൊക്കെ കുറേ പ്രാവശ്യം എടുത്ത് കണ്ടു എന്നാണ്. കാരണം ഓരോ തവണ കാണുമ്പോഴും ആ പെൺകുട്ടിയുടെ സൗന്ദര്യം കൂടിക്കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ചിരിക്കുമ്പോൾ ആ കണ്ണുകളിൽ ഉണ്ടാവുന്ന ഒരു തിളക്കം, ആ മുടി ഇങ്ങനെ മുന്നോട്ടിട്ടിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ഭംഗി, മാലകൾ എടുക്കുമ്പോൾ തന്നെ അവളുടെ മുഖത്തുണ്ടാവുന്ന ഒരു തിളക്കം, ഇതൊക്കെ സത്യത്തിൽ പറയുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതി നമുക്ക് തോന്നുന്നു. അത്രത്തോളം ഭംഗിയുള്ള ഒരു പെൺകുട്ടി. ഭംഗി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെളുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റല്ല. അവളുടെ ഭംഗി എന്ന് പറയുന്നത് അവളുടെ ആ മൊത്തത്തിൽ ഉള്ള രൂപത്തിലും അവളുടെ ആ ചലനങ്ങളിലും അവളുടെ ആ മാല വിൽപ്പനയിലും ഒക്കെ എല്ലാത്തിലും ഭംഗി നിറഞ്ഞ ഒരാൾ. അങ്ങനെ ഒരാളെ കുംഭമേളയ്ക്ക് കാണാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്നു. എന്തായാലും മൊണാലിസ തകർക്കട്ടെ. പക്ഷെ അതിനിടയിലും അവളെ ജീവിക്കാൻ അനുവദിക്കാത്ത കുറച്ച് പേരുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ വിറ്റാണ് ഇവർ ജീവിതം ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയെ സിനിമയിൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും എന്തുകൊണ്ട് ഇവളെ സിനിമയിൽ എടുക്കുന്നില്ല, ബോളിവുഡിന് അനുയോജ്യമായ മുഖമാണ് അവൾക്ക് സിനിമയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും വരുന്നുണ്ട്. അതൊക്കെ സംവിധായകർ കണ്ട് അവർ ചിലപ്പോൾ എടുക്കുമായിരിക്കാം. അവളുടെ ഒരു സൗന്ദര്യവും ഇതൊക്കെ നോക്കുമ്പോൾ അധികം താമസിക്കാതെ സിനിമയിലേക്ക് വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതെ ആയപ്പോൾ ഈ തലയിൽ ഇതൊക്കെ ഇട്ട്, ഈ അതിന് പറയുന്ന കോട്ടൊക്കെ ഇട്ട് മൊത്തത്തിൽ അവൾ മുഖം മറച്ച് നടന്നാലും പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അതിലൊരു യൂട്യൂബറുടെ ഫോണ് പിടിച്ചു വാങ്ങി തറയിലിട്ട് പൊട്ടിച്ചു എന്നാണ് അവൾ പറയുന്നത്. അതായത് നടക്കാൻ പോലും സമ്മതിക്കുന്നില്ല, മാല വിൽക്കാൻ സമ്മതിക്കുന്നില്ല, പോകുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ പുറകെ നടന്ന് ജീവിക്കാനായിട്ടല്ല എല്ലാവരും ജോലി ചെയ്യുന്നത്. അവർ ഒരു പ്രാവശ്യം പകർത്തിയത് ലോകം മുഴുവൻ കണ്ടു. ഇനി അവൾ അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കട്ടെ. ഒരു നാടോടി സ്ത്രീയാണെന്ന് തോന്നുന്നു. ഒരിക്കൽ പാട്ട് പാടി പിന്നീട് അവരുടെ ജീവിതം വലിയ രീതിയിലൊക്കെ ആയത് നമ്മൾ കണ്ടതാണ്. അവരുടെ പേര് ഞാൻ വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പം അതുപോലെ അവളുടെ ജീവിതം ചിലപ്പോൾ ഈ മഹാകുംഭമേള കൊണ്ട് അവളുടെ ജീവിതം ചിലപ്പോൾ മാറാൻ ഇതൊരു നിയോഗമായതാകാം അല്ലേ? ഈ കുംഭമേള 144 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന മഹാകുംഭമേള. ആ കുംഭമേളയിൽ മൊണാലിസ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന ഒരു കുംഭമേളയാകാം ഇത്.
ഇനി അടുത്ത കുംഭമേളയൊക്കെ വരുമ്പോൾ വലിയ ജീവിച്ചിരിക്കാൻ സാധ്യതകളൊന്നും ഇല്ല ഈ തലമുറയിലുള്ളവർക്ക്. ഇനി ഒരു 2 തലമുറ കഴിഞ്ഞ് ഇത് കാണാൻ കഴിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും കുംഭമേള കഴിയുമ്പോൾ അവളുടെ ജീവിതം എവിടെയെങ്കിലും എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രാർത്ഥന എന്തോ പറയാനുണ്ടായിരുന്നു, ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞു പോയില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് ഈ കുട്ടിയെപ്പോലുള്ള ആളുകൾ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താണ് കഷ്ടപ്പെടുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പുറകെ ചെന്ന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവരോട് ഒരു സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതും. സന്യാസിമാർ പോലും അവിടെ ഇടപെടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഈ പല ആളുകളെയും തടഞ്ഞു വെച്ചു, പല ആളുകൾക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ എന്താണ് ഈ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് യൂട്യൂബർമാരെയും അതുപോലെ തന്നെ മാധ്യമങ്ങളെയും ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ കൈക്കൊള്ളേണ്ടി വരുമെന്ന് ഇതിൻ്റെ സംഘാടകർ അറിയിച്ചു. ഇനിയും ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പല വിധത്തിലും പല ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കുട്ടിയുടെ സൗന്ദര്യവും ഈ കുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ പുറം ലോകത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ആ കുട്ടിയുടെ സ്വകാര്യത, ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം, ആ കുട്ടിക്ക് മാല വിൽക്കാനുള്ള അവകാശം, ഇതൊന്നും ആരും എന്താണ് തടസ്സപ്പെടുത്തുന്നത് ശരിയുമല്ല. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തായാലും ആ കുട്ടിയെ ഇൻഡോറിലേക്ക് അവളുടെ പിതാവ് തിരിച്ചയച്ചിരിക്കുന്നു. അവിടെ തൽക്കാലം എന്താണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നാൽ അവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവളെ തിരിച്ചയച്ചിരിക്കുന്നു. അത് തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എത്രത്തോളമാണ് മനുഷ്യൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അവളെ 1-2 പേര് അവിടെ നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഇത് വല്ലാത്തൊരു, അതായത് ഇത്രയധികം വാർത്തയായ ഒരു വിഷയത്തിൽ ഒരു കുട്ടിയൊക്കെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം എങ്ങനെയുണ്ട് മനുഷ്യൻ്റെ ചില മാനസികാവസ്ഥകൾ എന്നുള്ളതും കൂടി. നമ്മൾ ഈ കുംഭമേളയിലേക്ക് കടന്നു വരുന്ന ആളുകൾ പണ്ട് മുതൽ സന്യാസിമാരും അതുപോലെ തന്നെ ആത്മീയ സാധകരും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് വെറുതെ ഒരു ട്രെൻഡിന് വേണ്ടിയിട്ട് എന്താണ് കുംഭമേള എന്നറിയാനും അത് വെറുതെ യൂട്യൂബിൽ പകർത്തി പണമുണ്ടാക്കാനും മാത്രമായി കുറേ ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പോകുന്നതിൻ്റെ പ്രശ്നമല്ല, അതിന് ഒരു ബഹുമാനവും കൊടുക്കാതെ അതിനോട് ഒരു നീതിയും പുലർത്താതെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പം അത് അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ് അല്ലേ? കുംഭമേളയ്ക്ക് മഹാകുംഭമേളയ്ക്ക് പല സ്ഥലത്തു നിന്നും പലരും ജീവിതത്തിൽ ഇപ്പോൾ ഈ പിതാവ് തന്നെ പറയുന്നുണ്ട്, ഇത്തരം യൂട്യൂബർമാർ അല്ലെങ്കിൽ ഇത്തരം മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് കാരണം ജീവിതമാർഗം തന്നെ തടസ്സപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ദയവ് ചെയ്ത് അദ്ദേഹം കൈകൂപ്പി പറയുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. മകളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ജീവിതമാർഗം പോലും ഉപേക്ഷിച്ചുകൊണ്ട് മകളെ തിരികെ നാട്ടിലേക്ക് വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ, ഇത്രയും ഭംഗിയുള്ള ലോകം തന്നെ പുറകെ നടക്കുന്ന ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയാൽ പിന്നെ അവളുടെ അവസ്ഥ എന്താണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2, 3, 4 വയസ്സായ പെൺകുട്ടികളെ വെറുതെ വിടാത്ത കാമഭ്രാന്തന്മാരുടെ നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഭംഗിയുള്ള പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മൊണാലിസയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. ഇനി ഒരുപക്ഷെ തട്ടിക്കൊണ്ട് പോയേക്കാം. അപ്പോൾ അവളുടെ ജീവനൊക്കെ സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ നാട്ടിലേക്ക് വിളിച്ചത്. ദൈവത്തെ ഓർത്ത് ഇത്തരം സാധാരണ ആളുകളുടെ ജീവിതത്തെ, ഉപജീവന മാർഗത്തെ നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യൂസ് കൂട്ടാനായി വ്ളോഗേഴ്സ്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അല്ല തന്നെ ഇതിൽ സെലിബ്രിറ്റികളൊക്കെ എന്തിനാണ് ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, പ്രത്യേകമായി സഞ്ചരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ? ഇതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. പല സ്ത്രീകളും പല നടിമാരും ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ നടന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.